ബി.ജെ.പിയുടെ പ്രചരണങ്ങൾക്ക് കരുത്തു പകരുന്ന രീതിയിലാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തനങ്ങൾ. ബി.ജെ.പിക്ക് ചിരിക്കാനുള്ള വകയുണ്ടാക്കി കൊടുക്കുന്നുവെന്ന് സാരം. അതിലെടുത്തു പറയേണ്ടത് രാജി തന്നെയാണ്. കോൺഗ്രസിലെ ചർച്ചകളില്ലായ്മയും കൂട്ടുത്തരവാദിത്തമില്ലായ്മയും വ്യക്തമാക്കുന്നതാണ് അടുത്തിടെ സംഭവിച്ച പ്രമുഖ നേതാക്കളുടെ രാജികൾ. ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മിലിന്ദ് ദിയോറയിൽ എത്തിയിരിക്കുന്നു ഈ രാജി. ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്കൊപ്പം അദ്ദേഹം പോയിരിക്കുകയാണ്. 2004 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായ രാഹുൽ ഗാന്ധി പിന്നെയും ഏറെക്കാലം കഴിഞ്ഞാണ് കോൺഗ്രസിന്റെ അമരത്തെത്തിയത്. യുവ നേതാക്കളുടെ കരുത്തുറ്റ പട അന്ന് രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ടായിരുന്നു. രാഹുൽ ബ്രിഗേഡ് എന്നെല്ലാം മാധ്യമങ്ങൾ വാഴ്ത്തിയ കൂട്ടം. എന്നാൽ ചുരുങ്ങിയ വർഷങ്ങൾ മാത്രം പിന്നിടുമ്പോൾ അന്ന് കൂടിയവരെല്ലാം ഇന്ന് കൂട്ടം തെറ്റിയിരിക്കുന്നു. മിക്കവരും ബി.ജെ.പി പാളയത്തിലും എത്തി. മറ്റു ചിലർ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലും എത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടില്ലെന്ന തോന്നലാണ് മിലിന്ദ് ദിയോറ രാജിവെക്കാൻ കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവായി എക്കാലത്തും പരിഗണിച്ചിരുന്ന കപിൽ സിബൽ 2022 മെയ് 16 രാജിവെച്ചത്. ഒരാഴ്ച പിന്നിട്ടപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയിൽ സ്വതന്ത്രനായി അദ്ദേഹം രാജ്യസഭാംഗമായി എന്നത് മറ്റൊരു കാര്യം. ഗുലാം നബി ആസാദ് രാജിവെച്ചതും 2022 കോൺഗ്രസിലെ വിമത സംഘമായ G23യിൽപ്പെട്ട നേതാവായിരുന്നു ഇദ്ദേഹം. രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തിയായിരുന്നു ഗുലാം നബിയുടെ രാജി. ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി എന്ന പേരിൽ കശ്മീരിൽ പ്രവർത്തിക്കുകയാണ് അദ്ദേഹം. രാഹുൽ ഗാന്ധി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ഗുജറാത്തിൽ നിന്നുള്ള നേതാക്കളായിരുന്നു ഹാർദിക് പട്ടേലും അൽപേഷ് താക്കൂറും. 2022 രാജിവെച്ച ഹാർദിക് പട്ടേൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ ബി.ജെ.പിയിൽ ചേർന്നു. 2019 അൽപേഷ് താക്കൂർ രാജിവെച്ചത്. ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഇദ്ദേഹവും ബി.ജെ.പിയിലെത്തി. നിലവിൽ ഗുജറാത്തിലെ ബി.ജെ.പി MLA ആണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് A.K. ആന്റണിയുടെ മകൻ അനിൽ ആന്റണി രാജിവെച്ചതും അപ്രതീക്ഷിതമായിട്ടായിരുന്നു. വൈകാതെ അദ്ദേഹവും ബി.ജെ.പി പാളയത്തിലെത്തി. പഞ്ചാബിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രി അശ്വിനി കുമാർ രാജിവെച്ചത് 2022. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന സുനിൽ ജഗർ രാജിവെച്ചതും 2022. നിലവിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ രാജിയും കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു. മുൻ കേന്ദ്രമന്ത്രി RPN സിംഗ് രാജിവെച്ച് ബി.ജെ.പിയിൽ ചേർന്നതും 2022. യു.പിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ ശൈലിയിൽ പ്രതിഷേധിച്ചായിരുന്നു ആ രാജി. രാഹുൽ ബ്രിഗേഡിലെ മറ്റു 2 പ്രമുഖരായിരുന്നു മധ്യപ്രദേശിൽ നിന്നുള്ള ജ്യോതിരാദിത്യ സിന്ധ്യയും ഉത്തർപ്രദേശിൽ നിന്നുള്ള ജിതിൻ പ്രസാദും. രണ്ടുപേരും ഇന്ന് ബി.ജെ.പിയിലാണ്. കമൽനാഥുമായി ഉടക്കി 2020 സിന്ധ്യ ബി.ജെ.പിയിലെത്തിയത്. 2021 ജിതിൻ പ്രസാദ് ബി.ജെ.പിയിൽ ചേർന്നത്. കോൺഗ്രസിലെ പിന്നോക്ക വിഭാഗത്തിന്റെ മുഖമായിരുന്നു RPN സിംഗ്. മുന്നോക്ക വിഭാഗത്തിന്റെ മുഖമായിരുന്നു ജിതിൻ പ്രസാദ്. രണ്ടുപേരും ഇപ്പോൾ യു.പിയിൽ ബി.ജെ.പിയുടെ പ്രമുഖ നേതാക്കളാണ്. ഇതിനൊക്കെ ഒടുവിലാണ് മിലിന്ദ് ദേവ്ര ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയിൽ ചേർന്നത്. പുതിയ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചതിനു പിന്നാലെ അദ്ദേഹം കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവും നടത്തിയിരുന്നു. വ്യവസായികളെയും ബിസിനസ്സുകാരെയും ദുരുപയോഗം ചെയ്ത കോൺഗ്രസ് തന്നെ പിന്നീട് അവരെ ദേശവിരുദ്ധർ എന്ന് വിളിക്കുകയും ചെയ്തെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഇത്രയേറെ കലിമൂത്താണ് നേതാവ് കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഏതായാലും അത്രയേറെ കോൺഗ്രസിന് നഷ്ടങ്ങൾ വരുത്തിവെച്ചാണ് ഇപ്പറഞ്ഞവരെല്ലാം രാജിവെച്ച് ഇറങ്ങിപ്പോയത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് രാഹുൽ ഗാന്ധിയെയാണെന്ന് നിസ്സംശയം പറയാം.